ശരിക്കും ഏത് പോയിന്റിലാണ് ഒരു പ്രൊഡ്യൂസറിന് ലാഭം കിട്ടിയെന്ന് തീരുമാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ല? അത് ഈ തിയേറ്റർ കളക്ഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കുമോ? അല്ല, അത് ഇതുണ്ട്. അതായത് നമ്മൾ ബഡ്ജറ്റും പിന്നെ തിയേറ്ററിൽ നിന്ന് ഉണ്ടാക്കണ കളക്ഷൻ ഉണ്ടല്ലോ, അതായത് പ്രൊഡ്യൂസറിൻ്റെ ഷെയർ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഞാനിപ്പോൾ ഒരു സിനിമ 50 കോടി മുടക്കി, തിയേറ്ററിൽ നിന്ന് ആകെ വന്നാക്കുന്ന ഷെയർ 20 കോടിയാണെങ്കിൽ നാച്ചുറലി ഒരിക്കലും എനിക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. ഇനിയിപ്പോൾ അതല്ല, ഞാൻ 20 കോടി മാത്രം മുടക്കിയിട്ടുള്ളൂ, തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ ഒരു 40 കോടി കളക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷെയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 20 കോടി പ്രോഫിറ്റായി. ഇപ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയ ബഡ്ജറ്റ് സിനിമകളാണെങ്കിൽ പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആവും. ഇപ്പോൾ ഒരു 6 കോടിയുടെ സിനിമയാണ്, തിയേറ്ററിൽ നിന്ന് ഒരു 1 വീക്ക് കൊണ്ട് ചിലപ്പോൾ ഒരു 10 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 കോടി പ്രോഫിറ്റ് ആവും. അപ്പോൾ അതിന് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബഡ്ജറ്റ് സിനിമകൾ ഒരു പ്രോഫിറ്റിലോട്ട് പോകാനായിട്ട് കുറേ ടൈം എടുക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് അറിയാമല്ലോ, ഇപ്പോൾ ഒരു 100 കോടി തിയേറ്ററിൽ നിന്ന്, അതായത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 100 കോടി തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രൊഡ്യൂസറിന് അതിൽ നിന്ന് കിട്ടാൻ പോകണത് ചിലപ്പോൾ ഒരു 30-35 ക്രോറായിരിക്കും കിട്ടാൻ പോണത്. അപ്പോൾ അത് കിട്ടി 50% കൂടുതൽ തിയേറ്റർ ഉടമകൾക്കുള്ളത് അങ്ങനെ അത് പല ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ഡേ ചിലപ്പോൾ സാധാരണ തിയേറ്ററുകളിൽ 60-40 പോകണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് വന്ന സമയത്ത് അത് 55-45 പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് 50-50 ആവും. പിന്നെ മൾട്ടിപ്ലക്സിലൊക്കെ 50-50 ആണ്. അങ്ങനെ അതിൻ്റെ പല ഇക്വേഷനും ഉണ്ട്. അപ്പോൾ ഒരു ആവറേജ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ സെസ്, ടാക്സ്, അങ്ങനെ കുറേ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പ്രൊഡ്യൂസറിന് നെറ്റ് ഷെയർ ആയിട്ട് വരുന്നത്.